അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ കിതാബുൽ അഖീദയാണ്. കിതാബുൽ അഖീദയിൽ നമ്മൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ: ഈമാൻ കാര്യങ്ങൾ, മലക്കുകൾ, കിതാബുകൾ, അൽ ഫുർഖാനുൽ അലീം എന്നീ 4 പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. ഈ 4 പാഠങ്ങളുടെയും ഫുൾ റിവിഷൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ അഖീദയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒന്നാമത്തെ ചോദ്യം മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഉത്തരങ്ങൾ ഇവിടെയുണ്ട്, ശരിയായത് എടുത്ത് എഴുതിയാൽ മതി. സ്വർഗം കാക്കൽ, ഇപ്പുറത്തുള്ള ഓപ്ഷൻസ് വിദ്യാർത്ഥികൾ നിർബന്ധമായും വായിച്ചിരിക്കണം. ഇസ്രാഫിൽ അലൈഹിസലാം, അസ്റായിൽ അലൈഹിസലാം, റിദ്വാൻ അലൈഹിസലാം, മാലിക് അലൈഹിസലാം, മുൻകർ നക്കീർ അലൈഹിമസ്സലാം, റഖീബ് അതീദ് അലൈഹിമസ്സലാം. നമ്മൾ പ്രധാനപ്പെട്ട 10 മലക്കുകളുടെയും അവരുടെ ഡ്യൂട്ടികളും നമ്മൾ പഠിച്ചിരുന്നു. നിർബന്ധമായും ആ 10 മലക്കുകളുടെ പേരുകളും അവരുടെ ജോലികളും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇത് കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തത് സ്വർഗം കാക്കൽ. ആരാണ് സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്? മൂന്നാമത്തെ ഓപ്ഷൻ റിദ്വാൻ അലൈഹിസലാം. രണ്ടാമത്തത് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. ആരുടെ ഡ്യൂട്ടിയാണത്? മുൻകർ നക്കീർ അലൈഹിമസ്സലാം. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ ആരാണ്? ഇസ്രാഫീൽ അലൈഹിസലാമാണ്. റൂഹുകളെ പിടിക്കൽ ആരാണ്? അസ്റായിൽ അലൈഹിസലാമാണ്. നന്മ തിന്മ എഴുതുന്നത് ആരാണ്? റഖീബ് അതീദ് അലൈഹിമസ്സലാം. നരകം കാക്കൽ ആരാണ്? മാലിക് അലൈഹിസലാം. ഈ രൂപത്തിൽ ശരിയായി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ശരിക്ക് ശരി നൽകാം. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു 8 ആകുന്നു? എത്രയാണ്? 6 ആകുന്നു. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചില്ലേ? ഇനി രണ്ടാമത്തത് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടു പ്രകാശം കൊണ്ട്, മണ്ണുകൊണ്ട്. ഏതുകൊണ്ടാണ്? പ്രകാശം കൊണ്ട്. മൂന്നാമത്തത് ഖുർആൻ അവതരണം പൂർത്തിയായി 25 വർഷം കൊണ്ട്, 23 വർഷം കൊണ്ട്. എത്ര വർഷം കൊണ്ടാ? 23 വർഷം കൊണ്ടാണ് ഖുർആനിന്റെ അവതരണം പൂർത്തിയായത്. നാലാമത്തത് തൗറാത്തിന്റെ ഭാഷ ഹിബ്രു, ഗ്രീക്ക്. ഏതാണ്? ഹിബ്രു ആണ് തൗറാത്തിന്റെ ഭാഷ. മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് തൗറാത്ത്. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനത്തെ എത്ര കാര്യങ്ങളാണ്? 6 കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. പലർക്കും ഉത്തരങ്ങൾ അറിയുമായിരിക്കും, പക്ഷെ എഴുതാൻ അറിയാത്തതിന്റെ പേരിൽ എക്സാം ഹാളിൽ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. രണ്ടാമത്തത് ഇഹപര വിജയത്തിന് അനിവാര്യമാണ്. എന്ത്? നമ്മൾ കിതാബുകൾ എന്നുള്ള പാഠത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? ഇഹപര വിജയം. അത് കരഗതമാകാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അപ്പോൾ ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കുക എന്നുള്ളത്. മൂന്നാമത്തത് ഖുർആൻ മാർഗനിർദ്ദേശമാണ്. ആർക്ക്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ് പരിശുദ്ധമായ ഖുർആൻ. ഇനി മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. നമ്മൾ മലക്കുകളെ കുറിച്ച് പഠിച്ച പാഠത്തിൽ കുറെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവര് സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. നിമിഷം നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അങ്ങനെ കുറെ പ്രത്യേകതകൾ, വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി വ്യക്തമാക്കാം. അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്ര? ഏടുകൾ എത്ര? എത്ര കിതാബുകളാണ് ഇറക്കിയിട്ടുള്ളത്? 4 കിതാബുകളും 100 ഏടുകളും. രണ്ടാമത്തത് സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? ദാവൂദ് നബി അലൈഹിസലാമാണ്.
മൂന്നാമത്തത് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? നമ്മൾ തുടക്കത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ ഒരു പാട്ട് പഠിച്ചിട്ടില്ലേ? നിർബന്ധമായും ആ പാട്ട് വിദ്യാർത്ഥികൾ പഠിക്കണേ. ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. ആ പാട്ട് നിർബന്ധമായും പഠിക്കണം. അത് ഓർമ്മയുണ്ടെങ്കിൽ അതിങ്ങനെ ചൊല്ലിയാല് ഒന്നാമത്തത് എന്താണ്, രണ്ടാമത്തത് എന്താണ് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? മലക്കുകളിലുള്ള വിശ്വാസമാണ്. ഇനി നാലാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഒന്ന്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല, അവന് ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അങ്ങനെ പല വിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിശേഷണം എഴുതുകയാണ് വേണ്ടത്. ഇനി പൂരിപ്പിക്കാം. ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക. അത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണാതെ പഠിക്കണം, എഴുതി പരിശീലിക്കണം. ഇനി അവസാനത്തെ ചോദ്യം, ഇന്നാ നഹ്നു ഡാഷ് ലഹാഫിളൂൻ. നമ്മുടെ അവസാനത്തെ പാഠം അൽ ഫുർഖാനുൽ അലീം എന്നുള്ളതിൽ പറഞ്ഞ ഖുർആനിക ആയത്താണത്. എന്താണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല പറയാണ്, നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. സാരം എഴുതാനില്ല ഇവിടെ ആയത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇതാണ് 3-ാം ക്ലാസ്സിലെ അഖീദയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകട്ടെ. വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.